സങ്കല്പിക്കാൻ കഴിയുന്നുണ്ടോ? ഏകദേശം 13,000 കിലോഗ്രാമിലധികം ഭാരമുള്ള ഒരു ആയുധം. ഒരു ആനക്കൂട്ടത്തിന്റെ ഭാരത്തേക്കാൾ അധികം. ആകാശത്തു നിന്ന് വന്ന് ഭൂമിയുടെ ഹൃദയം പിളർത്തി 200 അടി താഴ്ചയിലേക്ക് അനായാസം തുളഞ്ഞുകയറി ഒരു മിന്നൽ പിണർ പോലെ സ്ഫോടനം നടത്താൻ കഴിവുള്ള ഒരു രാക്ഷസൻ. ഹോളിവുഡ് സിനിമകളിലെ സയൻസ് ഫിക്ഷൻ രംഗങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഈ ഭീകരമായ സത്യമാണ് ഇപ്പോൾ ലോകമെമ്പാടും ചർച്ചാവിഷയം. അമേരിക്കയുടെ ഏറ്റവും പുതിയ നീക്കമാണ് ഈ സൂപ്പർ ബോംബിനെ വീണ്ടും വാർത്തകളിൽ നിറയ്ക്കുന്നത്. വാഷിംഗ്ടണിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇറാനുമായുള്ള ഒരു സൈനിക സംഘർഷത്തിന്റെ കരിനിഴലിൽ US വ്യോമസേന കൂടുതൽ ബങ്കർ ബസ്റ്റർ ബോംബുകൾ സംഭരിക്കാൻ ഒരുങ്ങുന്നു എന്നാണ്. ഇതിനായി ബോയിംഗ് കമ്പനിയുമായി കോടികളുടെ കരാറിൽ ഒപ്പിട്ട് കഴിഞ്ഞു. 2025 ജൂണിൽ ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ നടന്ന വ്യോമാക്രമണത്തിന് ഉപയോഗിച്ച അതേ ടൈപ്പിലുള്ള ബോംബുകളാണ് US സൈന്യം വീണ്ടും വാങ്ങിക്കൂട്ടാൻ ഒരുങ്ങുന്നത്. ഈ നീക്കം ഒരു വലിയ സൈനിക നീക്കത്തിന്റെ മുന്നോടിയാണോ എന്ന ഭീതി ലോകമെമ്പാടും പടർത്തുകയാണ്. ലോകത്തിലെ ഏറ്റവും മാരകമായ ആയുധങ്ങളിൽ ഒന്നായാണ് ഈ മാസീവ് ഓർഡിനൻസ് പെനട്രേറ്റർ അഥവാ GBU-57 എന്ന ഭീമൻ ബോംബിനെ വിശേഷിപ്പിക്കുന്നത്. വെറുമൊരു ബോംബല്ല ഇത്, ഒരു സാങ്കേതിക വിസ്മയം. ഇറാന്റെ ഫോർഡോ ആണവ ഇന്ധന സമ്പുഷ്ടീകരണ പ്ലാന്റിന് നേരെ B-2 സ്പിരിറ്റ് സ്റ്റെൽത്ത് ബോംബറുകൾ ഉപയോഗിച്ച് മുമ്പ് അമേരിക്ക ഇത്തരം ബോംബുകൾ വർഷിച്ചിരുന്നു. ആകാശത്തിലെ നിഴലുകളായി പറക്കുന്ന റഡാറുകളുടെ കണ്ണുവെട്ടിച്ച് ശത്രുവിന്റെ കോട്ടകളിലേക്ക് അതിക്രമിച്ചു കടക്കാൻ കഴിവുള്ള ഈ സ്റ്റെൽത്ത് ബോംബറുകൾക്ക് മാത്രം ചുമക്കാൻ കഴിയുന്ന ഈ ടൈറ്റൻ ആരുടെ പേടി സ്വപ്നമാകും. ഏകദേശം 13,000 കിലോഗ്രാമിലധികം ഭാരമുള്ള ഈ ഗൈഡഡ് ബോംബ് ഭൂമിക്കടിയിലെ ശത്രു താവളങ്ങളെ തകർക്കാൻ വേണ്ടി മാത്രം നിർമ്മിച്ചതാണ്. ഇതിന്റെ കട്ടിയേറിയ സ്റ്റീൽ ആവരണം അതിശയകരമാണ്. പാറക്കെട്ടുകൾക്കിടയിലൂടെയും കോൺക്രീറ്റ് ഭിത്തികളെയും അനായാസം തുളച്ച് പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പ് 200 അടി താഴ്ചയിൽ വരെ കുതിച്ചിറങ്ങാൻ ഇതിന് കഴിയും. ഭൂമിക്കടിയിൽ ആഴത്തിൽ ഒളിപ്പിച്ച ലാമ്പുകൾ, രഹസ്യ ബങ്കറുകൾ, ആണവ കേന്ദ്രങ്ങൾ ഇവയെല്ലാം മറ്റ് ആയുധങ്ങളെക്കാൾ കൃത്യതയോടെയും പ്രഹരശേഷിയുടെയും തകർക്കാൻ MOPക്ക് സാധിക്കും. ഇത് ആദ്യം ഭൂമിയിലേക്ക് തുളഞ്ഞുകയറിയ ശേഷം മാത്രമേ അതിന്റെ സംഹാര താണ്ഡവം തുടങ്ങുകയുള്ളൂ എന്നതാണ് ഇതിനെ കൂടുതൽ ഭീകരനാക്കുന്നത്. ഈ അത്യാധുനിക ആയുധം നിർമ്മിക്കുന്ന ഏക കമ്പനി ബോയിംഗ് ആയതിനാൽ മറ്റ് ടെൻഡറുകൾ വിളിക്കാതെ അവർക്ക് തന്നെ കരാർ നൽകാനാണ് US വ്യോമസേനയുടെ തീരുമാനം. കരാർ വൈകുന്നത് സേനയുടെ യുദ്ധസജ്ജതയെ ബാധിക്കുമെന്നതാണ് അവർ കാരണമായി പറയുന്നത്. $100 ദശലക്ഷം ചെലവ് പ്രതീക്ഷിക്കുന്ന ഈ പദ്ധതി പ്രകാരം 2028 ജനുവരി മുതൽ ഈ രാക്ഷസ ബോംബുകൾ അമേരിക്കയുടെ ആയുധപ്പുരയിൽ എത്തുമത്രേ. അമേരിക്കയുടെ ഗ്ലോബൽ സ്ട്രൈക്ക് കമാൻഡിന്റെ കരുത്ത് വർദ്ധിപ്പിക്കാനും തന്ത്രപരമായ യുദ്ധപദ്ധതികൾക്ക് പിന്തുണ നൽകാനും ഈ പുതിയ ശേഖരം അത്യാവശ്യമാണെന്ന് US വ്യോമസേന പറയുന്നു. ഒരു വശത്ത് സമാധാന ശ്രമങ്ങൾ പുരോഗമിക്കുമ്പോൾ മറുവശത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തികൾ ഇത്തരം മാരകായുധങ്ങൾ സംഭരിക്കുന്നത് ഭീതിപ്പെടുത്തുന്ന കാഴ്ചയാണ്. ഈ സൂപ്പർ വെപ്പൺ ആരുടെ പേടി സ്വപ്നമാകും? ലോകം ഉറ്റുനോക്കുകയാണ് ഈ ആയുധ കരുതലിന് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന്. വരും ദിവസങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾക്കായി നമുക്ക് കാത്തിരിക്കാം.